അപ്പൊ ഞങ്ങൾ ഇന്ന് ആദ്യമായിട്ട് ചെയ്യാൻ പോണത് ഒരു സ്കിൻ കെയർ ആണ്. സ്കിൻ കെയർ എന്ന് പറയുമ്പോ എല്ലാവരും ചിരിക്കുന്നത് പ്ലീസ്. ഫസ്റ്റത്തെ ഇടയൊക്കെ കുറച്ച് ചിരിയൊക്കെ കുറച്ച് കൂടുതലായിരിക്കും. എപ്പോഴും ചെയ്യാറുണ്ട്. ഇന്ന് ആദ്യമായിട്ട് നമ്മുടെ സ്വന്തം സംഭവം ഒന്നുമില്ല, നമ്മുടെ അസ്വി മലയാളം ആ ചേച്ചീന്റെ നോക്കിയിട്ടാണ് നമ്മൾ കോപ്പി അടിച്ചിട്ടാണ് ചെയ്യണേ. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ? നോക്കാം ഗൈസ്. മിക്സ് ചെയ്യാം. അതിടട്ടെ. അത് നമുക്ക് എന്തൊക്കെ വേണമെന്ന് പറഞ്ഞു തരാം. അതിനെ നമുക്ക് കുറച്ച് എല്ലാവർക്കും അറിയണ ഒരു നോർമൽ സാധനമാണ് കാപ്പിപ്പൊടി കുറച്ച്. ഇപ്പൊ രണ്ടുപേരുള്ള ഞാൻ സാധാരണ നമ്മളൊക്കെ ചെയ്യുമ്പോ കുറച്ച് ഇവിടെ കൂടി വന്നിട്ട് വീട്ടിലേക്ക് അപ്പൊ ഇപ്പൊ ഫസ്റ്റ് നമ്മൾ ആദ്യം പറയാൻ പറ്റും നമ്മളൊരു 3 സ്റ്റെപ്പായിട്ടാണ് ഇത് ചെയ്യണത്. അപ്പൊ ഇത് ഫസ്റ്റത്തെ സ്റ്റെപ്പാണ് നമ്മള് ഫസ്റ്റ് സ്ക്രബ് ചെയ്തിട്ട് നമ്മൾ ഓൾറെഡി ഇപ്പൊ മുഖമൊക്കെ കഴിച്ചിട്ട് ഇരിക്കുന്നു. യെസ്. അപ്പൊ ലിപ്സ്റ്റിക് കുറച്ച് ഇട്ടിട്ടുണ്ട്. അത് കാരണം അത് ഓൾറെഡി നോർമൽ എല്ലാവരും ഇടുന്നതാണ്. അതിന് സ്ക്രബ് ചെയ്യാൻ പിന്നെ അടിച്ചു കൊടുക്കുന്നവർക്ക് എടുത്തേക്കുന്ന തുള്ളി പഞ്ചസാര അത് നമ്മൾ ആ സ്ക്രബ് ചെയ്യാനുണ്ട്. അപ്പൊ നമ്മൾ എന്തൊക്കെ ഇട്ടു? കാപ്പിപ്പൊടി, പഞ്ചസാര, ഇനി നമ്മള് ഇത് നാരങ്ങ തുള്ളി ഒന്ന് പിഴിഞ്ഞു വെക്കാം. പ്രൊഡക്റ്റ് കാണിക്കണം. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. മറ്റേ വലിയ വലിയ ആൾക്കാർക്ക് നാരങ്ങ കുറച്ച്, അതായത് കാണിച്ചു കൊടുക്കണ്ടേ ഒരു ചിരി. അപ്പൊ ഇത് മതി. ഇനിയാണ് നമ്മൾ നമുക്ക് റോസ് മറന്നു എടുത്തു. സാറേ പ്രധാന വാർത്ത എടുത്തിട്ടില്ല. അത് പറഞ്ഞ പോലെയാണ് മെയിൻ ആയിട്ട് റോസ് വാട്ടർ എടുക്കാൻ. ഇല്ല ഒരു കുഴപ്പമില്ല. അപ്പൊ ഞാൻ ഇനി റോസ് വാട്ടർ എടുത്തിട്ട് വരാം. അതിന്റെ റോസ് വാട്ടർ വന്നു ഗൈസ്. പ്രോഡക്റ്റ് കാണിച്ചു കൊടുക്കൂ. ഇത് എന്തിന്റെ ഗാന്ധി നാച്ചുറലിന്റെ റോസ് വാട്ടർ ആണ് നമ്മൾ ഉപയോഗിക്കണം. നല്ലതാണോ അല്ലെന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല. റോസ് വാട്ടർ നമ്മള് കുറച്ച് എന്റെ അമ്മയ്ക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് 2 പേർക്ക് ഉണ്ടാവുമോ? എനിക്ക് കുറവാണ്. ഈ സോന ഇടയ്ക്കിടയ്ക്ക് സ്കിൻ കെയർ ചെയ്യാറുണ്ട് വീട്ടിലായിരുന്നു. ഞാനാണ് സ്കിൻ കെയർ ചെയ്യാറ്. എന്നിട്ട് എന്റെ സ്കിൻ നോക്കൂ. ഇവൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് എന്താന്ന് വെച്ചാ കൊറേ വേണമെന്നാ ആവശ്യത്തിനല്ല. എനിക്ക് കൊറേ വേണം, എനിക്ക് കൊറേ ഇല്ലാത്തൊരു സ്വഭാവമായിട്ട് ഞാനിവിടെ കാണുന്നത്. മതി. ഇനി ഒരു 5 minutes അത് അവിടെ വെക്കണം. കാരണം അല്ല ഫ്രിഡ്ജിലല്ല, നോർമലായിട്ട്. അപ്പൊ നമുക്ക് കുറച്ച് കഥ പറയാം. കാരണം എന്താന്ന് വെച്ചാൽ ഇതെന്താ വെക്കണമെന്ന് ഞാൻ പറയണതിന്റെ കാരണം എന്താ വെച്ചാൽ അസ്വി ചേച്ചി പറഞ്ഞിട്ടുണ്ട് ഇത് കുറച്ചേരം ഒന്ന് ആ പഞ്ചസാരയും ഇതൊക്കെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിട്ട്. അങ്ങനെയല്ല, അലിഞ്ഞ് സെറ്റ് ആവാൻ വേണ്ടിട്ട് എക്സാമ്പിള് പറയാൻ പറ്റും. അപ്പൊ നമ്മളത് ചെയ്യാം 5 minute. നമ്മള് ഇവിടെ നല്ല പരീക്ഷിക്കുകയാണ്. അതൊക്കെ ഉണ്ടാവും ഇതില്. പറ്റില്ല. സ്ക്രബ് ചെയ്തിട്ട് വേണം. ഓക്കെ, ഇപ്പൊ നിങ്ങൾ കണ്ടില്ല. ഇപ്പൊ ഇങ്ങനെ വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ. സ്ക്രബ് ചെയ്താൽ നമുക്ക് സ്ക്രബ് ചെയ്യാൻ അറിയാലോ. ഇതുപോലെ സ്ക്രബ് ചെയ്തോണ്ടിരിക്കുമ്പോ നമ്മൾ ഭയങ്കര ഡ്രൈ ആണെങ്കിൽ നമുക്ക് കുറച്ച് റോസ് വാട്ടർ കയ്യിൽ ഒന്നും കൂടി ഇതാക്കിയിട്ട് നമുക്ക് ഇങ്ങനെ സ്ക്രബ് ചെയ്യാം.
അപ്പൊ ഞങ്ങള് സ്ക്രബ് ചെയ്തിട്ട് മുഖം വാഷ് ചെയ്തു. ഇപ്പൊ തന്നെ നമുക്ക് എന്തൊരു ഗ്ലോ അങ്ങനെ തോന്നുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് എത്ര തോന്നുന്നുണ്ടോ നമുക്കറിയില്ല. ക്യാമറയിലായോണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ പിന്നെ എന്തിനാ ഞങ്ങള് നിങ്ങൾ ക്യാമറ പോലെ വന്നിരിക്കണേ. അപ്പൊ നിങ്ങൾ ആയിരിക്കും ക്യാമറയുടെ ആണ് ക്യാമറയുടെ അല്ല. നമുക്ക് തന്നെ ഒരു ചെറിയൊരു വ്യത്യാസം തോന്നുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പിക്ക് പോവാം. അപ്പൊ അതിന് മുമ്പ് നമുക്ക് മുഖം ഒന്ന് തുടയ്ക്കാം. നമ്മള് ഒരു പാത്രത്തില് ഉണ്ട് ഒരു പായ തുടങ്ങാൻ ടീംസ് അപ്പൊ ഒരു വെച്ചിട്ടുണ്ട്. നേരത്തെ ഇപ്പോഴത്തെ കൂടുതൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ഗൈസ്, അപ്പൊ നമ്മള് രണ്ടാമത്തെ സ്റ്റെപ്പിക്ക് പോവാൻ പോകും. അപ്പൊ അതിനായിട്ട് നമുക്ക് നേരത്തെ പാത്രം തന്നെ എടുത്ത് ഇല്ല. അപ്പൊ അതിന് നമുക്ക് കടലമാവ് വേണം. പക്ഷെ അതിന് മുമ്പായിട്ട് നമ്മുടെ ഈ കണ്ണിന്റെ അടിയിലുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ അസ്വി ചേച്ചി പറഞ്ഞേക്കണത് കടലമാവും അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ അടുത്ത സ്റ്റെപ്പ് കടലമാവ് കൊണ്ടുള്ള ഒരു ഐറ്റം ആണ്. അപ്പൊ പോയിട്ടാ അപ്പൊ ഞാൻ പറയാം. അപ്പൊ എന്നിട്ടാ അപ്പൊ ആ ചേച്ചി പറഞ്ഞത് നമ്മള് അറിഞ്ഞതെന്ന് വെച്ചാ എന്നിട്ടാ ഇപ്പൊ ഇവിടെ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ട് നമ്മൾ ഈ കടലമാവ് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര കട്ടയായിട്ട് ഭയങ്കര ഡ്രൈ ആയിട്ട് ഇരിക്കൂലേ. അപ്പൊ അതിന് ഈ കണ്ണിന്റെ അടിയത്തെ ഡാർക്ക്നെസ് ഒക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ട് നമ്മള് ഒരു പൊടിക്ക് ഒരു നുള്ള് കാപ്പിപ്പൊടി, ഒരു നുള്ള് എന്ന് പറഞ്ഞ ഒരു നുള്ള് ഉണ്ടാ ഇല്ല, ഒരു നുള്ള് കാപ്പിപ്പൊടി, ഒരു നുള്ള് ഒരു തുള്ളിക്ക് തുള്ളിന്റെ ഹാഫ് കുഴപ്പമില്ല. എന്നിട്ട് നമ്മുടെ ഇത്ര ഒരു തുള്ളിയിട്ട് ആ കണ്ണിന്റെ രണ്ട് കണ്ണിന്റെ അടിയിലേക്ക് ഇതാക്കാൻ വേണ്ടി പാകത്ത്. അതായത് നമ്മള് ഈ കണ്ണിന്റെ അടിയിൽ ആ ഒരു സംഭവം മാറാൻ വേണ്ടി ഇങ്ങനെയല്ല ഞാൻ ചെയ്തത്. ഇത് ഇങ്ങനെയല്ല. അതുപോലെ തന്നെ ഇത്ര ഉള്ളു എന്റെ കണ്ണിന്റെ അടിയിൽ. എനിക്കതല്ല, കാണാത്തൊരു നമ്മളിത് കണ്ട നമുക്ക് വലിയ കുഴപ്പമില്ല. നമുക്ക് കുറച്ച് നല്ല ഫ്രണ്ട്സ്, നമ്മളെ കളിയാക്കാത്ത കുറച്ച് നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട്. അവരത് വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മളെ കളിയാക്കും. മിക്കവാറും അവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ല. റിപ്പോർട്ട് ഇനിയാണ് നമ്മുടെ കൂടുതലാണല്ലോ. സെൽഫിഷാ ഞാൻ പറയണല്ല. ഇതുകൊണ്ട് ഒറ്റയ്ക്ക് കിട്ടുന്നേ എനിക്ക് കണ്ണും കാണില്ല. നമ്മള് കടലമാവാണ്ടുള്ള ഒരു ഐറ്റാണ്. അത് എന്റെ വായിലിടും ഞാൻ. എടുക്ക്. അടുത്ത നമ്മള് കുറച്ച് കടലമാവ്. അളവത് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. 2 പേർക്ക്, നിങ്ങൾ 3 പേരുടെ നിങ്ങൾ ഭയങ്കര എന്താ പറയാ ക്ലംസി. അതൊന്ന് ഈ കൈ മാറ്റും, ഈ കാണാൻ പറ്റില്ല. ഇത്ര മതി. എന്ത് ഇത് പോരാ, കഴുത്തിൽ കിടുന്നില്ല. എവിടെയെങ്കിലും മതി. ഇത് ഇത്ര എടുക്കണം. അത് 2 പേർക്ക്. ഇതൊരു ഫേസ് പാക്ക് അല്ലേ, അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ആ ഒരു കട്ടിക്ക് ഇടണമല്ലോ. നമുക്ക് അടുത്തതാണ് കാപ്പിപ്പൊടി. എല്ലാത്തിലും മെയിൻ കാപ്പിപ്പൊടി. അങ്ങനെ ഇടേണ്ട കുറേ ഉള്ളി മതി. കണ്ടോ? അപ്പൊ നമ്മൾ എന്തൊക്കെ ഇട്ടു? കടലമാവ്, കാപ്പിപ്പൊടി. ഇനി നമ്മള് ഒരു നുള്ളിക്ക് മഞ്ഞപ്പൊടി ഇടും. ഒരു തുള്ളി മഞ്ഞപ്പൊടി ഇട്ടില്ല ചേച്ചി. ഇട്ടാലും ഒരു നുള്ളെന്ന് പറഞ്ഞൊരു നുള്ള് കാണിച്ചു കൊടുത്തൊരു തുള്ളി അത് മിക്സ് ആക്കി പോയി. നമുക്ക് റോസ് വാട്ടർ. റോസ്
മതി മിക്സ് ചെയ്യാം. വിക്രം കേട്ടോ ഇങ്ങനെ നമുക്ക് ഇത് ഈ ഒരു കൺസിസ്റ്റൻസി ഇനി നമുക്കിത് മുഖത്ത് ചെയ്യാം. മുടിയുള്ളതുകൊണ്ട് ഇത് ഇടുമ്പോ തന്നെ ഇങ്ങനെ ആ ചേച്ചിയുടെ പക്ഷെ ഇതായിരുന്നില്ല കളർ നമ്മുടെ കുറച്ച് കാപ്പിപ്പൊടി കുറച്ച് പറഞ്ഞതാ. അതെ അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റിയ നേരത്തെ ഡയലോഗ് അടിക്കേണ്ടത് ശരിക്കും ആൾക്കാർ ഒന്നാമത് പറയുന്നുണ്ടല്ലോ പക്ഷെ അങ്ങനെയൊന്നും ഇല്ല. ട്രൂ ഫ്രണ്ട്ഷിപ്പ്. തുമ്മാവില്ല നീ മൂക്കിനുള്ളിലൊക്കെ ആകണുണ്ട്. ഞാൻ ഇടുമ്പോ എല്ലാവർക്കും അങ്ങനെ ചെയ്യും. ഈ മുടിയൊക്കെ തുമ്മണിക്ക് എന്താണ് ഇത്ര സാധ്യത വരുന്നത്? ഇങ്ങനത്തെ ഒരു വിചാരിക്കില്ല അൺഎക്സ്പെക്ടഡ് പക്ഷെ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഞാൻ ട്രൈപോഡൊക്കെ ഇട്ട് വന്നു. ആ ഗൈസ് നമ്മള് പുതിയ ട്രൈപോഡ് വാങ്ങി. ഞാൻ കാണിച്ചാൽ ഇതെല്ലാത്തിനും ഒരു തുടക്കാവട്ടെ. ഇപ്പൊ നമ്മൾ വിചാരിക്കുന്നുണ്ട് ഓ പണ്ട് കാലത്ത് ആ ഒരു ഫോൺ കിട്ടിയ സമയത്ത് അങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങിയെങ്കിൽ ഒരു 10 പേരെ എങ്ങനെ അറിയുമായിരുന്നു, ഇങ്ങനെ ഡാലിതുകൊണ്ട് 10 പേരെല്ലാം അറിയുമായിരുന്നു. നമ്മള് ഇപ്പൊ ചുമ്മാ ചിന്തിക്കണ്ട, അറിയില്ലെന്ന് നമുക്കറിയില്ല. ഞങ്ങളായോണ്ട് അറിയും. അതെ നീ പറഞ്ഞ ശരി. ഞാൻ നേരം പറഞ്ഞിട്ട് ആകെ ഒരു കാര്യമുള്ളൂ. എല്ലാം ഓക്കെ പറയണം കേട്ടോ. മൂക്കൊക്കെ അടക്കുന്നേ. സോറി അമ്മ കൂട്ടിയിട്ടേക്കല്ല കൂട്ടിയിട്ടേക്കല്ല സൗണ്ട് വരാതിരിക്കും. നാളെ നമ്മൾ നമ്മുടെ നാടൊന്ന് ചുറ്റിക്കാണാനുണ്ട്. വെളുപ്പിന് 6 മണിക്ക് പോകണമെന്നാണ് എന്റെ ആഗ്രഹം. നടക്കില്ല. ഈ വിചാരിച്ച എണീക്കില്ല, അതുകൊണ്ട് ആരും ഞാൻ എണീറ്റു. അതിന് പള്ളി പോകാറുണ്ട് അമ്മ വെള്ളോട് ഞാൻ നേരം വൈകി തുറന്നിട്ടുണ്ട്. ഇതിനെ പറ്റി 10 മണിക്ക് നോക്കട്ടെ എൻ്റെ എല്ലായിടത്തായോ ഇത് ഇവിടെ നിന്നായിട്ടില്ല. അതൊക്കെ ഞാൻ ചെയ്തു ഈ കാണാൻ പറ്റണ്ടേ. നമ്മൾ ഒറ്റയ്ക്ക് ഇടുന്ന പോലെ ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ ആവില്ല. അതൊരു ശരിയാ. ചെയ്യുമ്പോ ഞാൻ നോക്കട്ടെ. ശരിട്ടാ തിരിച്ചു തരുമോ മുഖം? നമ്മളങ്ങനെ അടികൂടാവുന്നില്ല. കൂടുന്നത് ഇവിടെ മാറുള്ളൂ ഗൈസ്. അടി കൂടുതൽ ഞാൻ മാത്രമല്ല, സ്നേഹം ഉണ്ടെങ്കിൽ അടി കൂടുള്ളൂ. സ്നേഹം അത് കൊള്ളാം. നിങ്ങൾ തിരിച്ചു തരുമോ? ഞാനിട്ടത് പെർഫെക്റ്റ്. ഓക്കെ വേണ്ട സി എല്ലായിടത്തും ഇനി എവിടെ ആക്കാത്തെന്നറിയും. എടി അവിടെ എന്താ ആക്കാത്തെ? ആയപ്പോ സോറി സൗണ്ട് നമ്മൾ മറ്റേ എന്റെ അവിടെ ആക്കിയില്ലേ? കൺഗ്രാറ്റുലേഷൻസ് ഗൈസ്. ഞങ്ങൾ ചെയ്തതൊരു തെറ്റുണ്ട്. ഞങ്ങളല്ല ഈ വിചാരിച്ച് ചെയ്തതിലൊരു തെറ്റുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഇട്ടത് ഇവിടെ സെൻസിറ്റീവ് ആയതുകൊണ്ടാണ് ഇവിടെ നമ്മുടെ കാപ്പിപ്പൊടി മാത്രം എടുത്തിട്ടത്.
അപ്പൊ പറയണേ എന്നെ അവിടെ ആക്കിയില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ മൊത്തം മറന്നു പോയി. ഗൈസ്. അപ്പൊ ഇനി നമുക്കിത് ഉണങ്ങണ വരെ ബൈ ബായ് അതിന് അത് സംസാരിച്ചിരിക്കണം. എന്താ പറയാ, അത് നമ്മള് യൂട്യൂബ് ചാനൽ. ഇവളുടെ പേര് നേഹ, എന്റെ പേര് സോന. അപ്പൊ കാരണം നമ്മള് തുടങ്ങിയ ടൈം വളരെ തെറ്റെന്ന് നമുക്കറിയാം. അല്ല, നമ്മള് തുടങ്ങിയ സമയം അതെ, അത് ഇവളെ തന്നെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. ഇത് ഏതെങ്ങാണ്ട് മറ്റേ യൂട്യൂബ് ചാനലുകളുടെ അവസാന ഘട്ടത്തിൽ നമ്മൾ വന്നിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയ പോലെ. അപ്പൊ ഇത് മറ്റേ വൈറലാവണം അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല. നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പോ നമ്മുടെ ഈ വീഡിയോസ് ഒക്കെ ഒന്ന് കാണാനായിട്ട് ഒന്നിങ്ങനെ നമ്മളിപ്പോ ഗാലറിയിൽ സേവ് ചെയ്തിടില്ലേ, അതുപോലെ തന്നെ. അതെ, അതുകൊണ്ട് തന്നെ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്നു. കാണാൻ എങ്ങനെ കാണിക്കുക ഞങ്ങൾക്കുണ്ടെങ്കിലും കാണാൻ. ഓക്കെ, അപ്പൊ നമുക്കിനി ഇത് ഉണങ്ങിയിട്ട് കാണാം ഗൈസ്. അപ്പൊ ഡ്രൈ ആയിട്ട് നമുക്കിത് നമുക്ക് വെള്ളോ റോസ് വാട്ടറോ കയ്യിലൊന്നാക്കിട്ട് ഇതൊന്നും ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്തിട്ട് കഴുകാം. അപ്പൊ നമുക്ക് കഴുകിയിട്ട് വരാം. ഗൈസ്, അപ്പൊ നമ്മള് മുഖം കഴുകി കഴിഞ്ഞിട്ട് അപ്പൊ എന്തോരം നല്ലതാ. ഇവിടെ ക്യാമറ കൂടെ മനസ്സിലാവേണ്ടത് നമുക്ക് അറിയില്ല. അതെ, നല്ല മാറ്റം. അപ്പൊ നമുക്ക് മുഖം തുടയ്ക്കാം. എന്നിട്ട് നേരത്തെ പറഞ്ഞ ഒന്നുകൂടി പറയാം. ഒരു പാത്രത്തിലുണ്ട്, ഒരു പാത്രത്തിൽ തിന്ന് കുത്തായാലും ഉറങ്ങി. സോറി, സത്യമായിട്ട് നല്ല മാറ്റുണ്ട്. കണ്ടോ? നല്ല താങ്ക് യു അസ്മി ചേച്ചി ഫോർ യുവർ സ്കിൻ കെയർ. ഇതാണ് നമ്മുടെ പോൺസ്. നല്ലതാ. എന്തോ നന്നായിട്ട് ഉറക്കിയോട് നല്ല ഉറക്കാൻ പറ്റി. സ്കിൻ കെയർ ഇന്നത്തെ കഴിഞ്ഞു. സൺഡേ സ്കിൻ കെയർ. അപ്പൊ ഇത് എപ്പോഴാ നമ്മൾ അപ്ലോഡ് ചെയ്യാന്നൊന്നും അറിയില്ല. നമുക്ക് എല്ലായിരിക്കും. ചിലപ്പോ നമ്മളിത് സെക്കൻഡ് ആയിട്ടായിരിക്കും. എന്നാൽ ഇതാണ് നമ്മുടെ ഫസ്റ്റ് വീഡിയോ. നമ്മൾ ഷൂട്ട് ചെയ്ത ഫസ്റ്റ് വീഡിയോ ഇതാണ്. അപ്പൊ എന്താ, ഇനിയൊന്നുമില്ല, തീർന്നു. ഇനി എനിക്കൊന്നും പറയാനില്ല. അപ്പൊ ഇന്ന് നമുക്ക് വേറെ പരിപാടി. ഇതുവരെ സ്കിൻ കെയർ ഒന്നും ചെയ്യാത്തവര് ഇത് ട്രൈ ചെയ്യണം. എന്തായാലും ട്രൈ ചെയ്യണം. നല്ലതാണ്. എന്തെങ്കിലും ഒരു ബിഫോർ ആൻഡ് ആഫ്റ്റർ ഇടാൻ അറിയും. സ്കിന്നിന് ഞങ്ങള് വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഞങ്ങളുടെ ഇങ്ങനെ ആയിരുന്നില്ല. ഇപ്പൊ നല്ല മാറ്റം. അപ്പൊ എന്താ പറയാ, അപ്പൊ എല്ലാരും ട്രൈ ചെയ്യാം. നമ്മള് പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ കറക്റ്റായിട്ട് പറയുന്നത്. നമ്മള് ചെയ്യാൻ വേണ്ടിട്ടാണ് പറഞ്ഞത്. നമ്മൾ പറഞ്ഞത് മൊത്തം ശരിയാണെന്ന് അറിയില്ല. നമ്മൾ ചെയ്തത് ശരിയാ. നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായി നമുക്ക് അറിയില്ല. അപ്പൊ അസ്മി ചേച്ചിയുടെ വീട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ സ്കിൻ കെയർ കാണാം. 3 സ്റ്റെപ്പിന്റെ സ്കിൻ കെയർ കാണാം. അപ്പൊ അത് പോയി ചെയ്താൽ മതി. ഇപ്പൊ ഗൈസ്, അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.